ചിലരങ്ങനെയാണ്. മറുപടി വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടാണ് കൊടുക്കുക. ഇന്ത്യൻ ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ എന്ന പേര് കേൾക്കുമ്പോഴെല്ലാം വിമർശനങ്ങൾക്ക് നേരെ ആ ബാറ്റ് സംസാരിച്ചതിൻ്റെ കഥയാണ് നമ്മൾ ഓർത്തെടുക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കിയേ, ഏകദേശം 2 വർഷത്തെ ഇടവേള. ഏകദിന ഫോർമാറ്റിലുള്ള ഡൊമസ്റ്റിക് ക്രിക്കറ്റിലേക്ക് ഒരു താരം തിരിച്ചു വരികയാണ്. സ്വാഭാവികമായി ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും, സംശയങ്ങളുണ്ടാകും. എന്തായിരിക്കും ആ തിരിച്ചുവരവിൻ്റെ ഒരു റിസൾട്ട്? അതിനുള്ള മറുപടി ഇതായിരുന്നു: 101. ഒറ്റ സംഖ്യയിൽ ഉയർന്നു വന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം. അതും വെറും 95 പന്തുകളിൽ നിന്ന്. ഇതൊരു സാധാരണ തിരിച്ചുവരവായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു കൊടുങ്കാറ്റായിരുന്നു. ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനം. അപ്പോൾ നമുക്ക് ആ കളിയുടെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ? എങ്ങനെയായിരുന്നു ആ ഒരു ഗംഭീര തിരിച്ചുവരവ്? സംഭവം നടക്കുന്നത് വിജയ് ഹസാരെ ട്രോഫിയിലാണ്. എതിരാളികളോ നിലവിലെ മുഷ്ടാഖ് അലി ചാമ്പ്യന്മാരായ ജാർഖണ്ഡ്. അവർ വെച്ച ടാർഗറ്റ് 312 റൺസ്. ആ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടരുമ്പോൾ ക്യാപ്റ്റൻ റോഹൻ കുന്നുമലുമായി ചേർന്ന് സഞ്ജു പടുത്തുയർത്തിയത് 212 റൺസിന്റെ റെക്കോർഡ് ഓപ്പണിംഗ് പാർട്ണർഷിപ്പാണ്. വെറും 95 പന്തിൽ നിന്ന് 9 ഫോറും 3 സിക്സറുകളുമായി 101 റൺസ് നേടി സഞ്ജു കളം നിറഞ്ഞപ്പോൾ 7 ഓവർ ബാക്കി നിൽക്കെ കേരളം ആ കളി അനായാസം ജയിച്ചു. അതൊരു ഒന്നൊന്നര മറുപടി തന്നെയായിരുന്നു. പക്ഷേ സ്നേഹിതേ, ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ ഈയൊരു പെർഫോമൻസ് ചിലപ്പോൾ പലരും അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ഇതൊരു വലിയ കഥയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിനു മുൻപ് നടന്ന ഒരു കളിയുടെ ഒരു പ്രതിധ്വനി പോലെയായിരുന്നു ഇത്. ശരി, നമുക്ക് സമയം കുറച്ചൊന്ന് പിന്നോട്ട് സഞ്ചരിക്കാം. സഞ്ജു അവസാനമായി ഇന്ത്യക്ക് വേണ്ടി നീലക്കുപ്പായമണിഞ്ഞ ആ ദിവസത്തിലേക്ക്, നേരെ സൗത്ത് ആഫ്രിക്കയിലേക്ക്. അപ്പോൾ സീൻ എന്താണെന്ന് വെച്ചാൽ, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഫൈനൽ മാച്ച്. സീരീസ് 6 നേടുമെന്ന് തീരുമാനിക്കുന്ന കളി. അവിടെ ഇന്ത്യ പതറുകയാണ്. വെറും 49 റൺസിന് 2 ഓപ്പണർമാരും പുറത്തായിരിക്കുന്നു. ടീമിന് അത്യാവശ്യമായി വേണ്ടത് ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള ഒരു ഇന്നിംഗ്സ് ആയിരുന്നു. അങ്ങനെ 8ാം ഓവറിൽ സഞ്ജു ക്രീസിലേക്ക് വരുന്നു. ഒരറ്റത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും മറ്റേ അറ്റത്ത് സഞ്ജു ഒരു പാറ പോലെ ഉറച്ചുനിന്നു. തിലക് വർമ്മ, റിങ്കു സിംഗ് ഇവരൊക്കെ കൂട്ടുപിടിച്ച് നിർണായക കൂട്ടുകെട്ടുകളുണ്ടാക്കി. ഒടുവിൽ തൻ്റെ കരിയറിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഏകദിന സെഞ്ചുറി 108 റൺസുമായി 46ാം ഓവറിൽ മടങ്ങുമ്പോൾ ഇന്ത്യൻ സ്കോർ ഭദ്രമായിരുന്നു. അപ്പോൾ ഫലം എന്തായി? ഇന്ത്യ 78 റൺസിന് കളി ജയിച്ചു. സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ പോയി പരമ്പരയും നേടി. ആ വിജയത്തിൻ്റെ ഹീറോ സഞ്ജു സാംസൺ, മാൻ ഓഫ് ദ മാച്ച്. പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇത്രയും ഗംഭീരമായൊരു പ്രകടനത്തിനു ശേഷം സഞ്ജു ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു ഏകദിനം പോലും കളിച്ചിട്ടില്ല. അപ്പോൾ ആ സൗത്ത് ആഫ്രിക്കൻ പ്രകടനം ഒരു ഒറ്റപ്പെട്ട അത്ഭുതമായിരുന്നോ? അല്ല. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏകദിന കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് അതിന് വ്യക്തമായ ഒരു ഉത്തരം കിട്ടും. അദ്ദേഹത്തിൻ്റെ കരിയറിലെ കണക്കുകളിലേക്ക് നോക്കുമ്പോൾ 16 മത്സരങ്ങളിൽ നിന്ന് 510 റൺസ്. കൊള്ളാം. അതിൽ 1 സെഞ്ചുറിയും 3 50യും ഉൾപ്പെടുന്നു. സ്ട്രൈക്ക് റേറ്റോ ഏകദേശം 100-നടുത്ത്. ഈ നമ്പറുകൾ തന്നെ ധാരാളമാണ് ഒരു കളിക്കാരൻ്റെ ക്ലാസ് പറയാൻ. പക്ഷേ ഈ കണക്കുകളിലൊക്കെ ഏറ്റവും ഞെട്ടിക്കുന്നൊരു നമ്പറുണ്ട്. ഇത് 56.7. അതാണ് സഞ്ജുവിൻ്റെ ഏകദിനത്തിലെ ബാറ്റിംഗ് ആവറേജ്. ഇന്ത്യൻ മധ്യനിരയിൽ കളിക്കുന്ന മറ്റേത് താരത്തേക്കാളും മികച്ച ശരാശരിയാണിത്. ഇതിൽ കൂടുതലൊരു തെളിവ് വേണോ? അപ്പോൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ സെഞ്ചുറി, ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ്, ഇങ്ങനെയുള്ള ഈ സ്ഥിരതയാർന്ന പ്രകടനങ്ങളുടെ ഈ ഒരു പോരാട്ടത്തിൻ്റെയൊക്കെ ഫലം എന്തായിരുന്നു? അതിനുള്ള ഉത്തരമാണ് ഏറ്റവും പ്രധാനം. എത്രയൊക്കെ തവണ മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടും അവഗണനകൾ നേരിട്ടിട്ടും ഒടുവിൽ പ്രകടനം കൊണ്ട് മാത്രം സഞ്ജു തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു. ഇന്ന് ലോകകപ്പ് സ്ക്വാഡിൽ വരെ എത്തിയത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇത് അവസരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ സ്വന്തം പ്രകടനം കൊണ്ട് അവസരങ്ങളെ ഉണ്ടാക്കിയെടുത്തൊരു കളിക്കാരൻ്റെ കഥയാണ്. കാരണം ഒന്നോർക്കുന്നത് നല്ലതാണ്, കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോകില്ല.